ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പോൾ പാറുവിന് ഡ്യൂട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പോയി. ഞാൻ തനിച്ചാണ് വീട്ടിൽ. അപ്പോൾ എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. പാറുവിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ തറവാട്ടിൽ പോകാനുണ്ട്. അതെ, ആ തറവാട്ടിലേക്ക്. അത് ഞാൻ കാണിച്ചു തരാം ഏതാണ് ഞങ്ങളുടെ തറവാടെന്നത്. തറവാട്ടിലേക്ക് അങ്ങനെ വെറുതെ അല്ല പോകുന്നത്. കുചേലൻ്റെ കഥയിൽ പറയുന്ന മാതിരി ഒരു പിടി അവിലും കൊണ്ടാണ് എൻ്റെ യാത്ര തറവാട്ടിലേക്ക്. ഇതെന്തിനാന്നുള്ളത് ഞാൻ പിന്നെ പഴയ പറഞ്ഞുതരാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് ഈ വഴിയാണ്. ഇത് നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ബേസ്മെൻറ്റിലെ പാർക്കിങ്ങിൽ ഇറങ്ങി പാർക്കിങ്ങിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങാറ്. ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ട്രെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ട്രെയിൻ സ്റ്റേഷൻ. നമ്മുടെ ബിൽഡിങ്ങിനോട് ചേർന്ന് കിടക്കുന്ന രീതിയിലാണ്. പിന്നെ ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കണം പോകണതിൻ്റെ മുന്നേ. പഴം മാത്രമല്ല, പഴത്തിൻ്റെ കൂടെ പാക്കറ്റ് പാല് കൂടി എടുക്കണം. അപ്പോൾ അവിലും പഴവും പാലും ഒക്കെ കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം പരിപാടി മനസ്സിലാവുണ്ടാവും ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതെ, ഒരു അവിൽ മിൽക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഞാനങ്ങനെ നടന്ന് തറവാടിൻ്റെ അടുത്തെത്തി. ശരിക്കും നടക്കാവുന്ന ദൂരം തന്നെയുള്ളൂ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഈ കാണുന്ന ബിൽഡിങ്ങാണ് നമ്മുടെ ഫ്ലാറ്റ്. നമസ്കാരം. എന്തത് കണ്ടല്ലോ, ഇതാ മിതി ചേച്ചിയും ഇത് സിനോ ചേട്ടനും. ഇവർ രണ്ടുപേരുമാണ് ഈ തറവാടിൻ്റെ ഓണേഴ്സ്. അതെ, ഞങ്ങളുടെ തറവാട് ഇവരുടെ വീടാണ്. ചേച്ചി ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ നല്ല സമയത്താണ് വന്നത്. ഈ കാണുന്നത് കണ്ടോ, ഇവരുടെ ബാക്ക് യാർഡാണത്. ഈ ഗാർഡനിൽ ഒരു വാഴ കുലച്ച് നിൽക്കുന്നുണ്ട്. കണ്ടോ, പഴമൊന്നും കിട്ടില്ല. ഈ കൊല വന്ന വാഴയിൽ നിന്ന് നമുക്ക് വാഴപ്പിണ്ടിയില്ലേ, അതൊക്കെ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം പാറുവിൻ്റെ അച്ഛനും അമ്മയും വന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അത് വെച്ച് ചേച്ചി തോരനൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് കണ്ടോ, ഇതൊരു ആപ്പിൾ മരമാണ്. ഇവരെ ഗാർഡനിലുള്ളതാണത്. നിറയെ ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ആപ്പിൾസാണ്. ഇത് ഇനി വലുതായി വരണം. കുറച്ചൊക്കെ ഈ കിളികൾ തിന്നും കീടങ്ങൾ വന്നൊക്കെ പോകും. എന്നാലും കുറേയൊക്കെ നമുക്ക് കിട്ടും. ഞാനത് ആയി വരുമ്പോഴുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാനങ്ങനെ അവിടുത്തെ കത്തിയടിയും ഞങ്ങളുടെ പരീക്ഷണങ്ങളും എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. വീഡിയോയിൽ പെട്ടെന്നൊന്ന് തോന്നുമെങ്കിലും ഒരു സിനിമ കാണുന്ന നേരം മുഴുവൻ ഞാൻ അവിടെ ഇരുന്നിട്ടാണ് ഇറങ്ങുന്നത്. ഇറങ്ങിയത് പാർക്കിംഗ് വഴിയാണ്, പക്ഷേ തിരിച്ചു പോകുന്നത് നമ്മുടെ മെയിൻ ഡോർ വഴി തന്നെയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വിശേഷമായിട്ട് പിന്നെ കാണാം.